ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നോർമലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചെമ്മീൻ ഫ്രൈനേക്കാളും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടത് ഒരു 500 ഗ്രാം ചെമ്മീൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് ഇതിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അതിനായിട്ട് വേണ്ടത് ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി. ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്ന കാശ്മീരി ചില്ലിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് നോർമൽ ചില്ലിയൊക്കെ ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി. നമ്മൾ കുറച്ചും കൂടി കുരുമുളക് പൊടി പിന്നീട് ഇടാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്ര മതിയാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂണോളം കോക്കനട്ട് ഓയിൽ. ഇത് ഇത്ര ഇട്ടിട്ട് നല്ല രീതിക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതെല്ലാ ഭാഗത്തും ഒന്ന് മസാല ചേരുന്ന രീതിക്ക് മാരിനേറ്റ് ചെയ്ത് ഏകദേശം ഒരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 4-5 ചെറിയ ഉള്ളി ചെറുങ്ങനെ അരിഞ്ഞത്, അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി, അത് നീളത്തിൽ അരിയണം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ കുറച്ച് കരിവേപ്പില. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായി വരുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചെമ്മീൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 1 സൈഡ് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 1 സൈഡ് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതിയാവും. കാരണം ഓവർ കുക്കായാൽ ഇത് റബ്ബർ പോലെ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ചെമ്മീൻ്റെ 2 വശവും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, നീളത്തിൽ അരിഞ്ഞ പച്ചമുളക്, കുറച്ച് കരിവേപ്പില, ഇത്രയും ചേർത്തിട്ട് ആ മസാലയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്. നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിനനുസരിച്ചിട്ട് നമുക്ക് എരിവിന് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് 1 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൈ ചെയ്യുന്നു. അപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനൊന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതാ ഞാൻ ടേസ്റ്റ് നോക്കുമ്പോൾ ഫോക്കസ് ചെയ്യുന്നില്ലേനു, അതാണ് ഞാൻ സ്പൂണിങ് കൊണ്ട് തിരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയത്, പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു. കുരുമുളക് പൊടി കൂടുതലിട്ടുകൊണ്ട് നല്ല സ്പൈസി ആയിട്ടുണ്ടായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.